ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡെയിലി ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 26 മുതലുള്ള വചനഭാഗമാണ്. ഈ ഭാഗം യഥാർത്ഥത്തിൽ നമുക്കൊരു ആത്മശോധന നടത്തുന്നതിന് വേണ്ടി, നമ്മളുടെ വിശ്വാസം അടിയുറച്ച വിശ്വാസമാണോ അതോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്ന വിശ്വാസമാണോ എന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കുവാനായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇവിടെ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടലിന് മുകളിലൂടെ നടന്ന്, ജലത്തിന് മുകളിലൂടെ നടന്ന് പോകുന്ന ഒരു ഭാഗമാണ് ഈ വചനഭാഗങ്ങളിൽ പറയുന്നത്. ക്രിസ്തു നടന്നു വരുന്നത് കണ്ടപ്പോഴേക്കും യഥാർത്ഥത്തിൽ കാറ്റിലും കോളിലും അകപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് വല്ലാതെ ഭയപ്പെട്ടു പോയി. അവർ വിചാരിച്ചു ഒരു ഭൂതമാണ് ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നത്. എന്നാൽ അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന് ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. യേശുനാഥൻ ജലത്തിന് മുകളിലൂടെ നടക്കുന്നു, എനിക്കും അങ്ങനെ ഒന്ന് ജലത്തിന് മുകളിലൂടെ നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് ചോദിച്ചേക്കാം. അങ്ങനെ പത്രോസ് ചോദിക്കുന്നു, ഗുരു അങ്ങാണെങ്കിൽ ഞാനും ജലത്തിന് മുകളിലൂടെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് എത്തട്ടെ. യേശു സമ്മതിച്ച് നീ പോരെന്ന് പറയുന്നു. പക്ഷെ പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് ജലത്തിന് മുകളിലൂടെ നടക്കുന്നു. നടന്ന് സ്വല്പ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും യേശുവിൽ നിന്നും ദൃഷ്ടി മാറ്റിയ പത്രോസ് തൻ്റെ ചുറ്റും ഇളകി മറിയുന്ന തിരമാലകളിലേക്ക് നോക്കി ഭയപ്പെട്ടു പോയി. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അശുഭ ചിന്തകൾ കടന്നു വന്നു. ഞാൻ എങ്ങനെയാണ് ഈ ഇളകുന്ന തിരമാലകൾക്കിടയിലൂടെ ഞാൻ എങ്ങനെ നടക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നതും അദ്ദേഹം വെള്ളത്തിലേക്ക് താഴ്ന്നു. ഇവിടെ യേശു പത്രോസിനോട് പറയുന്നു, അല്പവിശ്വാസി, നിന്റെ വിശ്വാസം അത് ഉറച്ചതല്ല, പൂർണ്ണമായിരുന്നില്ല, അടിയുറച്ചതായിരുന്നില്ല എന്നാണ് യേശു അവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെയാണോ നമ്മൾക്ക് വിശ്വാസമുണ്ട്, ആ ഉറച്ച വിശ്വാസമാണ്. അതോ നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേക്കും, അത് സാമ്പത്തിക പ്രയാസമാകാം, കുടുംബ കലഹമാകാം, അതല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയറിലോ ഉള്ള പ്രശ്നങ്ങളോ എന്തോ ആയിക്കോട്ടെ, ഈ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകുന്നുണ്ടോ, നമ്മൾ നിരാശപ്പെടുന്നുണ്ടോ, നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ നമ്മളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും, അതിന് കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്നുള്ള ചിന്തയ്ക്ക് പകരം ഈ പ്രശ്നം ഞാനിത് എങ്ങനെ പരിഹരിക്കുമെന്ന് ആകുലപ്പെട്ട് നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടുന്നത് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മളെ കർമ്മനിരതരാക്കും. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള മനക്കരുത്തും ബുദ്ധിയും നമ്മൾക്ക് ഉണ്ടാകും, നമ്മൾക്ക് ദൈവം നൽകും. അതിനെ നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരെയും ദൈവം നമ്മളുടെ അരികിലേക്ക് അയക്കും. വേണ്ടുന്നത് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള നമ്മൾക്ക് അടിയുറച്ച വിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു സന്ദേശമായിട്ട് നമുക്ക് നാളെ കാണാം.